ഒരു MLA എന്താണ് ഒരു കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെറിയ പെമ്പിള്ളാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി എന്ന് വാർത്ത പ്രഖ്യാപിച്ച പ്രശ്നം. അവരെ നിലവിളിയും കരച്ചിലും വാർത്ത പിന്നെ അവരെ വോയിസ് റെക്കോർഡും പുറത്തുവിട്ടതാണ് പ്രശ്നം. നേതാവ് അദ്ദേഹത്തിന്റെ മകൻ പിന്നെന്താണ് വിഷം കൊടുത്തു അദ്ദേഹം കൂടെ ആത്മഹത്യ ചെയ്ത പ്രശ്നം, അത് വാർത്ത ചെയ്താണ് പ്രശ്നം. എന്നിട്ട് ഇതിനൊക്കെ കോൺഗ്രസ് നടപടിയെടുത്തല്ലോ. 1 കോടി കൊണ്ട് കൊടുത്തില്ല എന്നെ വിജയന്റെ വീട്ടിൽ. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയില്ലേ? ഞാൻ പണ്ടേ പറയുന്നു, റീൽ പാർട്ടി ഉണ്ട് ഈ കോൺഗ്രസിന്റെ അകത്ത്. ഈ റീൽ പാർട്ടിന്റെ കുറച്ചൊരു ഗുണ്ടാ സംഘമുണ്ട്. അത് സൈബർ ഗുണ്ടായിസം നടത്തും, ഫീൽഡിലും ഗുണ്ടായിസം നടത്തും. അത് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കൊരു സംശയമില്ല. ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പീഡന കേസിൽ പിന്നെ സസ്പെൻഷനിൽ പോയ നേതാവ് വന്നിട്ട് ഈ വടക്കി കൂടെ കയറി വന്നിട്ട് പിന്നെ ഷാഫി പറമ്പിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടല്ലോ, ഷാഫി പറമ്പിലെ ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ. ഞങ്ങളുടെ സ്വർണ്ണപ്പാണിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. എന്താണ് ഈ പീഡന കേസിൽ എന്താണ് ഈ പെൺകുട്ടിയുടെ വോയിസിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണോ? അതിന് മറുപടി പറഞ്ഞിട്ട് വേണ്ടേ ബാക്കി ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്? ഇതാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും. ഇത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിലെ MP ആയാലല്ലേ? ഇപ്പോഴും രാഹുൽ ഗാന്ധി അല്ല പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ MP അല്ലേ? ഇവരല്ലേ മാധ്യമ സാമർത്ഥ്യത്തോട് അഫ്ഗാനിസ്ഥാനിലെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ. നിങ്ങൾ ആദ്യം വന്നിട്ട് വടകരയിലെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുന്നത് ഫസ്റ്റ്, എന്നിട്ട് നിങ്ങൾ പോയിട്ട് അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയൊക്കെ കാര്യങ്ങൾ പറ. മര്യാദക്കേട് ചെയ്യുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ച് പറയണം. KC വേണുപോലെ AICC ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നത്.